നിലനിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. വാക്കു പറഞ്ഞാൽ വാക്കു മാറാത്തവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത് തുണയായി നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവനും നമ്മുടെ സൃഷ്ടി കർത്താവുമായ ഞാൻ ഈ രാത്രികാലം വിളിച്ചു പറയുന്ന യേശു കർത്താവത്രേ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി ഹല്ലേലൂയ സ്വർഗ്ഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. തന്റെ 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ എന്റെയും നിന്റെയും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയുടെ കുലക്കളത്തിൽ ഹല്ലേലൂയ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്നവനാ ആ യേശു കർത്താവ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമാകുവാൻ. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഈ തിരുവെഴുത്ത് നാം പരിശോധിച്ചാൽ ആരൊക്കെ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ, ഹല്ലേലൂയ, ആരൊക്കെ ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ, അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അവരെ ഒന്നും എൻ്റെ കർത്താവ് കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാൻ സാധിക്കും, ഈ വചനവുമായി നിങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് കാണാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഈ വചനവുമായി നിങ്ങൾ ഈ രാത്രികാലം ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്കതിനൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നിനക്കതിനൊരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. അത് ലോകം തരുന്നതല്ല. ഹല്ലേലൂയ. അതെൻ്റെ കർത്താവ് തരുന്നതാ. ഹല്ലേലൂയ. അത് ഈ ലോകത്തിലെ മനുഷ്യർ ഹല്ലേലൂയ എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ അത് മാറിപ്പോകയില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഞാൻ ഈ രാത്രികാലം ഇവിടെ കടന്നു വന്നത് വൃഥാവല്ല, എനിക്ക് വേണ്ടി കർത്താവ് ഒരു പ്രതിഫലം നൽകുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു കേട്ടത്, ഇസ്രായേൽ രാജ്യത്ത് ക്ഷാമം കൊടുമുടികൊള്ളുമ്പോൾ എലീശ പ്രവാചകൻ പറയുകയാണ്, നാളെ ഈ സമയത്ത് ഹല്ലേലൂയ യഹോവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ അവിടെ നാം പരിശോധിച്ചാൽ അവിടെ ക്ഷാമം കൊടുമ്പിരി കൊള്ളുകയാ. ഹല്ലേലൂയ. ഒരിക്കലും ഇനി ഭക്ഷണം ലഭിക്കുവാൻ ഹല്ലേലൂയ ഒരു സാഹചര്യവുമില്ല. ഹല്ലേലൂയ. എല്ലാം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നാളെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി യഹോവ ഒരു അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അത് കേട്ട അകമ്പടി നായകൻ പറയുകയാണ്, യഹോവ ആകാശത്തിൽ നിന്ന് കിളിവാതിലുകളെ തുറന്നാലും അത് സംഭവിക്കയില്ല എന്ന്. ഹല്ലേലൂയ. ഇതുപോലെയല്ലേ നാമും പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കടഭാരങ്ങൾ, ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂലത്തെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ഉയർച്ച എന്നത് ഹല്ലേലൂയ സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഇനി മുന്നേറ്റം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ എല്ലാ വാതിലുകളും അടയപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിലാ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കടഭാരങ്ങൾ, ഹല്ലേലൂയ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ശാപങ്ങൾ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ ഏറ്റവും വലിയതാ. അതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുക നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. ഹല്ലേലൂയ. മുൻപോട്ട് നോക്കിയാൽ സങ്കടവും ദുഃഖവും മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടാളിയിൽ നിന്ന് നമുക്കൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളിൽ നിന്ന് നമുക്കൊരു സമാധാനമില്ല. ഹല്ലേലൂയ. എന്നും കണ്ണുനീരും ഹല്ലേലൂയ എന്നും ദുഃഖവും മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് നീ രാത്രികാലം കരയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തോടെ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും, നീ കരയുന്നത് ലോക മനുഷ്യന്റെ മുമ്പിലാണെങ്കിൽ നിനക്ക് മറുപടിയില്ല. ഹല്ലേലൂയ. നീ കരയുന്നത് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാണെങ്കിൽ ഈ രാത്രികാലം നിനക്ക് മറുപടി നൽകുക എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തെ നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിച്ചവരാരും തകർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ അവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ലോക മനുഷ്യന് നിന്റെ പണം നൽകേണ്ടി വരും. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികം നൽകിയാൽ മാത്രമേ അവൻ നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യമുള്ള കാലത്ത് മാത്രമേ ലോകത്തിലെ മനുഷ്യർ നിന്നെ തേടി വരത്തുള്ളൂ. ഹല്ലേലൂയ.
എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവർ നിന്നെ മാറ്റി നിർത്തും. ഹല്ലേലൂയ. നമ്മളിൽ പലരും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. ഹല്ലേലൂയ. ഒരു രോഗം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അന്നുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികമില്ലാതെ വന്നപ്പോൾ അന്നുവരെ നിന്റെ പോക്കറ്റിൽ കൈയിട്ട് കൂടെ ഉണ്ടായിരുന്നവ മാറ്റി നിർത്തിയില്ലേ? ഹല്ലേലൂയ. ഇതുപോലെയാണ് ഹല്ലേലൂയ ലോക മനുഷ്യൻ. എന്നാൽ എൻ്റെ കർത്താവ് നിന്റെ മുഖം നോക്കിയല്ല നിന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയല്ല എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഹൃദയ വേദന കണ്ട്, ഹല്ലേലൂയ, നിന്റെ ഒറ്റപ്പെടലുകൾ കണ്ട്, ഹല്ലേലൂയ, നിന്റെ നിരാശ കണ്ടിട്ടാ എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിന്റെ ഹൃദയത്തെ നോക്കി, ഹല്ലേലൂയ, നിനക്ക് മറുപടി അയക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ലോക മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് ലോകത്തിലെ മനുഷ്യൻ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, എന്നാൽ നീ അവന്റെ മുഖത്തേക്ക് നോക്കാതെ യഹോവയുടെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വഴി തുറന്ന കർത്താവ് ഈ രാത്രികാലം നിങ്ങൾക്ക് വേണ്ടിയും വഴി തുറപ്പാ. ഹല്ലേലൂയ. അവന്റെ ശക്തി, ഹല്ലേലൂയ, അവന്റെ മഹത്വത്തെ ഈ രാത്രികാലം നീ നോക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ചെങ്കടലിന്റെ മധ്യേ പുതു പാതയൊരുക്കിയ എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ പുതു വഴികളെ തുറപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നാം ഇവിടെ നോക്കിയാൽ, ഹല്ലേലൂയ, ആ സാഹചര്യത്തെ നോക്കിയാൽ ആ എലീശ പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, പൊട്ടത്തരമായി നമുക്ക് തോന്നാം. ഹല്ലേലൂയ. കാരണം അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അത്രയും ക്ഷാമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എങ്ങനെയാ നാളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. ഇതുപോലല്ലേ നാമും ചിന്തിക്കാറ്? പല ദൈവദാസന്മാരും ദൈവമക്കളും നമ്മളോട് പറയും, നീ അനുഗ്രഹിക്കപ്പെടും, ഹല്ലേലൂയ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഹല്ലേലൂയ, നിന്റെ കടഭാരം മാറും, ഹല്ലേലൂയ, നിന്റെ രോഗം മാറും, ഹല്ലേലൂയ. ഇങ്ങനെ പല ദൈവദാസന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സാഹചര്യത്തെ നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ദൈവദാസൻ പറയുന്നത്, ഹല്ലേലൂയ, അയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നതെന്ന് നാം ചിന്തിക്കും. ഹല്ലേലൂയ. ദൈവദാസന് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഹല്ലേലൂയ, അവൻ ചുമക്കുന്നത് ദൈവത്തെയാ. ഹല്ലേലൂയ. ആ ദൈവം തൻ്റെ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസം അവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അവൻ കൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ പറയും രോഗത്തോട് മാറാൻ, ഹല്ലേലൂയ, കടഭാരത്തോട് നീങ്ങുവാൻ. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചാൽ അത് നടക്കും. ഹല്ലേലൂയ. അത് നീ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നീ ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ലോകം പറയും, ഹല്ലേലൂയ, നീ ഹല്ലേലൂയ, നീ കമ്മലും മാലയും മൂരി, ഹല്ലേലൂയ, ഈ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയല്ലേ, ഹല്ലേലൂയ, നീ ഹല്ലേലൂയ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെയും വിട്ട് നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയല്ലേ, ഇനിയും നീയും നിന്റെ തലമുറകളും, ഹല്ലേലൂയ, ഉയർച്ച പ്രാപിക്കയില്ല എന്ന് ലോകം നിന്നെ നോക്കി പറയും. ഹല്ലേലൂയ. അത് പലപ്പോഴും കേട്ടിട്ടുള്ള വ്യക്തിയാ ഞാനും. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ, ഹല്ലേലൂയ, സത്യദൈവത്തെ ആരാധിക്കാനായി ഇറങ്ങി തിരിച്ചത് കൊണ്ട് നിങ്ങളുടെ കുടുംബം, ഹല്ലേലൂയ, രക്ഷ പ്രാപിക്കയില്ല എന്ന വാക്ക് ഞാൻ എൻ്റെ ചെവിയാൽ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിനി ഉയർച്ച പ്രാപിക്കയില്ല, ഹല്ലേലൂയ, നിനക്കിനി സന്തോഷമുള്ളൊരു ഭാവി ഉണ്ടാകയില്ല എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് എന്നോട് ദേവദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാണെങ്കിൽ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണെന്ന്. ഹല്ലേലൂയ. അന്ന് ഞാൻ ചിന്തിച്ചു, ദൈവദാസന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ, ഹല്ലേലൂയ, എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന്. ഹല്ലേലൂയ. കാരണം എൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കുവാനും ഒരു സാധ്യതയുമില്ല. ഹല്ലേലൂയ. ഒരിക്കലും, ഹല്ലേലൂയ, എൻ്റെ ഭാവി മുന്നോട്ട് പോകുമെന്ന, ഹല്ലേലൂയ, ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞാൽ ആരായാലും ചിന്തിക്കും, ഹല്ലേലൂയ, ദൈവദാസന്, ഹല്ലേലൂയ, പ്രാന്താണെന്ന്. ഹല്ലേലൂയ. ഞാനും അങ്ങനെ ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കുറേ നാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ തക്ക സമയത്ത് വഴി തുറക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ഹല്ലേലൂയ. ദൈവം തുറന്ന വഴി അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാ എനിക്ക് കൃപ തന്നത് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അന്ന് നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മധ്യേ ഇന്ന് നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ തലയെ ഉയർത്തി. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തെ മാനിച്ചു എൻ്റെ കർത്താവ്.
പറയുന്നത് ലോകം പറയുന്ന നിലവാരത്തിലല്ല. ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്ന നിലവാരത്തിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആരൊക്കെ തടുക്കുവാൻ ശ്രമിച്ചാലും അവരെ തകർത്തുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേദഭാഗത്തിൽ ഒരു കുരുടനെ കാണുവാനായി സാധിക്കും. യേശു വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ വിളിച്ചു പറയുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഹല്ലേലൂയ. അവനെ നിലവിളി കേട്ട ശിഷ്യന്മാർ അവന്റെ വായ് പൊത്തിപ്പിടിക്കുകയാ. ഹല്ലേലൂയ. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവരുടെ കൈ തട്ടി മാറ്റിയിട്ട് ഹല്ലേലൂയ വീണ്ടും വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഹല്ലേലൂയ. അത് കേട്ട എൻ്റെ കർത്താവ് ഹല്ലേലൂയ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായി പറയുന്നു. ഹല്ലേലൂയ. അവിടെ നോക്കി നിൽക്കുന്ന ജനം കാണുക എൻ്റെ യേശു കർത്താവിനൊരു അത്ഭുതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന ആളുകളുടെ എല്ലാം എൻ്റെ യേശു കർത്താവ് നോക്കിയത്. ഹല്ലേലൂയ. അവിടെ നിന്ന വ്യക്തികളെയോ അവൻ്റെ മുഖത്തേക്കോ അല്ല എൻ്റെ കർത്താവ് നോക്കിയത്. ഹല്ലേലൂയ. അവൻ്റെ ആവശ്യഭാരത്തെ കണ്ട എൻ്റെ കർത്താവ് അവന് വേണ്ടി മറുപടി അയച്ചു. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നീ ഏത് ആവശ്യഭാരത്തോടെയാണോ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, ആ ആവശ്യഭാരത്തെ നിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ കൂട്ടാളിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവ് ഈ രാത്രിക്കാലം നിന്റെ ആവശ്യഭാരത്തെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നിന്റെ ഹല്ലേലൂയ നിനക്ക് എന്ത് വേണമെന്ന് എൻ്റെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അത് അവൻ ഈ രാത്രിക്കാലം നിനക്ക് വേണ്ടി നൽകും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ കൊച്ചു ചുമ്മാതാ പറയുന്നതെന്ന്. ഹല്ലേലൂയ. ഈ കൊച്ചിന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ ഹല്ലേലൂയ ഈ രാത്രിക്കാലം നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന്. ഹല്ലേലൂയ. അല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇന്നുവരെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്, ഹല്ലേലൂയ അവൻ വാക്ക് പറഞ്ഞിട്ടുള്ളത് ഹല്ലേലൂയ ഒരിക്കലും മാറിയിട്ടില്ല. ഹല്ലേലൂയ. അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഇന്നുവരെ ഹല്ലേലൂയ മാറ്റമുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്ത് വിളിച്ചു പറയുന്നോ അത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് ലോകം എന്ത് തരുന്നോ അത് അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്താൽ എനിക്ക് കുറച്ച് നാളുകൾ മാത്രമേ അവരെ സഹായിക്കാനായി കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ തരുവാനായി തുടങ്ങിയ അത് തീർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വഴി അവൻ ഒരിക്കലും അടയ്ക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ അടയ്ക്കാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ അത് അടയ്ക്കത്തില്ല. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ എന്ന്. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി ചിലത് നീ ചെയ്യണമേ എന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറയുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ യേശു കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ അകമ്പടി നായകൻ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നാലും അത് സംഭവിക്കയില്ല എന്ന്. ഹല്ലേലൂയ. കുഞ്ഞ നീയും ചിന്തിക്കുന്നുണ്ടാകാം നിന്റെ രോഗം മാറത്തില്ല എന്ന്. ഹല്ലേലൂയ. നിന്റെ കടഭാരം മാറത്തില്ല. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധി മാറത്തില്ല എന്ന് ഈ രാത്രികാലം നീ ചിന്തിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്ന കർത്താവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവൻ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ ഏത് ആവശ്യഭാരമായാലും എൻ്റെ കർത്താവ് അതിൻ്റെ മധ്യേ വിടുതൽ അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അകമ്പടി നായകനോട് എലീശ ഇപ്രകാരം പറയുന്നു, നീ അത് കാണും ഹല്ലേലൂയ എന്നാൽ നീ അത് അനുഭവിക്കയില്ല എന്ന്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ആ പറഞ്ഞ പ്രകാരം തന്നെ ഹല്ലേലൂയ അവിടെ ആ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അരുളപ്പാട് നാമം കേൾക്കുമ്പോൾ അവിശ്വസിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ഹല്ലേലൂയ അപ്പ അങ്ങ് എന്തെന്നോട് പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നിന്റെ മുമ്പിൽ ആ സാഹചര്യം പ്രതികൂലമായിരുന്നാലും നീ ദൈവമുഖത്തേക്ക് നോക്കി അപ്രകാരം എൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എലീശ
എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയാ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ കാളയെ ഉഴുതുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വീണ നാൾ മുതൽ ഹല്ലേലൂയ അവൻ സാധാരണ വ്യക്തിയല്ല. ഹല്ലേലൂയ. എന്ന് ദൈവത്തിന്റെ അഭിഷേകം ഹല്ലേലൂയ അവന്റെ മേൽ വീണോ, അവൻ എന്ന് മുതൽ ഏലിയാവിന്റെ പിറകെ ഹല്ലേലൂയ അവൻ പോയോ, അന്ന് മുതൽ അവൻ സാധാരണ വ്യക്തിയല്ല. ഹല്ലേലൂയ. അവൻ അന്ന് മുതൽ കാണുവാനായി തുടങ്ങി. ഹല്ലേലൂയ. ഏലിയാവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് എലീശ അന്ന് മുതൽ കാണുവാനായി തുടങ്ങി. ഹല്ലേലൂയ. ഏലിയാവ് തന്നെ വിട്ടുപോയപ്പോൾ ഹല്ലേലൂയ തനിക്ക് മനസ്സിലായി ഹല്ലേലൂയ ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് തന്റെ വാക്കിന് മുമ്പിൽ പ്രവർത്തിക്കുമെന്ന് എലീശയ്ക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ എലീശ പറഞ്ഞൊരു അരുളപ്പാടാണ് നാം വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. അതുപോലെ നാമും ദൈവിക അഭിഷേകത്തിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുത്ത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച ഈ ഹല്ലേലൂയ അഭിഷേകം നമ്മുടെ മേലും ദൈവം ചെയ്തെടുക്കും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ പാസ്റ്റർമാർക്ക് മാത്രമല്ല ഹല്ലേലൂയ അധികാരം കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ കൽപ്പിച്ചാലും രോഗം മാറും. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ഹല്ലേലൂയ കൽപ്പിച്ചാലും കടഭാരം മാറും. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ കൽപ്പിച്ചാലും ഭൂതം വിട്ടോടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തോന്നാം ഹല്ലേലൂയ എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമില്ല, ഹല്ലേലൂയ എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല, ഹല്ലേലൂയ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് ഹല്ലേലൂയ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. നിനക്ക് കഴിവ് വേണ്ട. ഹല്ലേലൂയ. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ഭോഷത്വമായതിനെ തേടി വന്നവനാ. ഹല്ലേലൂയ. നിന്റെ കഴിവുകേടിനെ ഹല്ലേലൂയ നിന്റെ കുറവുകളെ ഹല്ലേലൂയ കർത്താവേ ഞാൻ പരാജയപ്പെട്ടു പോയി കർത്താവേ എന്ന് പറഞ്ഞ് നീ പറയുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ പരാജയത്തെ വിജയമാക്കുവാൻ കഴിയുന്ന എൻ്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ പരാജയത്തിന് നടുവിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്റെ നിന്ദയുടെ നടുവിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്റെ പരിഹാസത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പിറകെ നടന്ന എലീശയ്ക്ക് മനസ്സിലായി ഹല്ലേലൂയ തന്റെ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. ഇത്രയും നാളായില്ലേ ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടെന്ന്. ഹല്ലേലൂയ. നാളുകളായില്ലേ ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ പാപത്തെ വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ ലോകത്തിലെ മനുഷ്യനെയോ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ഈ രാത്രികാലം പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ പൂർണ്ണ ആത്മാവോടെ ഹല്ലേലൂയ നീ ദൈവമുഖത്തേക്ക് നോക്കിയാൽ ഹല്ലേലൂയ ദൈവം നിനക്ക് മറുപടി തരും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വൃഥാവല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മറുപടി തരാൻ ശക്തനായ കർത്താവ്. ഹല്ലേലൂയ. എലീശയുടെ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിച്ച കർത്താവ് നിന്റെയും എന്റെയും വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. എലീശയ്ക്ക് വേണ്ടി ഇറങ്ങി എലീശ പറയുകയാ ഹല്ലേലൂയ യഹോവ എനിക്ക് വേണ്ടി ഈ ജനത്തിന്റെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ ഈ രാത്രികാലം പറയുവാൻ സാധിക്കും യഹോവ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഈ രാത്രികാലം യഹോവ ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഒരു സ്ത്രീ ഹല്ലേലൂയ തൻ്റെ കുഞ്ഞിനെ മറന്നാലും എൻ്റെ കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ഒരു നാളും മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഹല്ലേലൂയ കർത്താവിനെ ഒരു നാളും മറന്നു കളയത്തില്ല എന്ന്. ഹല്ലേലൂയ. ലോകം മറന്നാലും എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നിനക്ക് അനുഗ്രഹമാ. ഹല്ലേലൂയ. നിന്റെ കൂടെ നിൽക്കാൻ ലോകത്തിലെ ആരും വേണ്ട. ഹല്ലേലൂയ. ലോകത്തിലെ നിന്റെ കൂടപ്പിറപ്പുകൾ ആരും നിനക്ക് വേണ്ട. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവരിലും ശക്തനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അവരിലും ബലവാനായ എൻ്റെ കർത്താവ്. അവർക്ക് അസാധ്യമായെന്നൊരു കാര്യമുണ്ട്, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ഹല്ലേലൂയ. നിന്റെ കരം ചിലപ്പോൾ ശൂന്യമായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിൽ ഒന്നും തന്നെ കാണത്തില്ല. ഹല്ലേലൂയ. എന്നും കണ്ണുനീരും ഹല്ലേലൂയ എന്നും വേദനയും മാത്രമായിരിക്കാം
നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ഈ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി മറുപടി അയക്കുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് കണ്ണുനീർ കണ്ടാൽ മറികടന്നു പോകുന്ന കർത്താവല്ല. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ കാണുവാനായി സാധിക്കും, ദൈവസന്നിധിയിൽ ആര് കരഞ്ഞിട്ടുണ്ടോ, ഹല്ലേലൂയ, ആര് ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവാണ് എലീശയ്ക്ക് വേണ്ടി ആ ദേശത്ത് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. അകമ്പടി നായകന്റെ വാക്ക് കേട്ട് എലീശ അവിശ്വസിച്ചില്ല. ഹല്ലേലൂയ. എലീശ അവന്റെ വാക്ക് കേട്ടിട്ട് ലോകത്തിന്റെ, ഹല്ലേലൂയ, അവിടെ സാഹചര്യത്തെ ഒന്നും നോക്കാതെ തന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ. ഈ രാത്രികാലം നീയും, ഹല്ലേലൂയ, നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നാം പലപ്പോഴും, ഹല്ലേലൂയ, വാക്കുകൾ പലതും കേട്ടിട്ട്, ഹല്ലേലൂയ, ലോകത്തിലേക്കാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ, ഹല്ലേലൂയ, ഞാൻ ആരാധിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ പാടിയാൽ ലോകം എന്ത് വിചാരിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, എൻ്റെ അയൽവാസി എന്ത് വിചാരിക്കും? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ, ഹല്ലേലൂയ, എൻ്റെ കൂട്ടാളി എന്ത് വിചാരിക്കും? എൻ്റെ തലമുറ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാ നാം ദൈവസന്നിധിയിൽ കടന്നു പോകുന്നതും, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇന്ന് വരെ വെളിപ്പെടാതിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നത്. ഹല്ലേലൂയ. നീ കൊടുക്കേണ്ട മഹത്വം തക്കതായി ഇന്ന് വരെയും ദൈവത്തിന് കൊടുക്കാനിട്ടാ. ഹല്ലേലൂയ. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിച്ചു നോക്ക്. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മധ്യ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ ആരെയും, ഹല്ലേലൂയ, കൈവിട്ട ചരിത്രമില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, എൻ്റെ ദൈവം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ ഈ നാളുകൾ കാണുക തന്നെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, എലീശ അകമ്പടി നായകനോട് പറയുന്നത്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, ഹല്ലേലൂയ, എന്നാൽ നീ അതിൽ നിന്ന് ഭക്ഷിക്കയില്ല എന്ന്. ഹല്ലേലൂയ. അപ്രകാരം എലീശയുടെ വാക്കുപ്രകാരം തന്നെ അകമ്പടി നായകൻ അത് കണ്ടു, അതിൽ നിന്ന് ഭക്ഷിക്കുവാനായി കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നാം ഒരിക്കലും, ഹല്ലേലൂയ, അവിശ്വാസികളായി തീരുവാൻ ഇടയാവരുത്. ഹല്ലേലൂയ. നാം വിശ്വാസത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നാം, ഹല്ലേലൂയ, ഈ ബൈബിളിൽ നമുക്ക് കാണുവാനായി സാധിക്കും, ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. ലാസർ മരിച്ചു പോയപ്പോൾ, ഹല്ലേലൂയ, ആ ഭവനത്തിൽ നിരാശ കടന്നു പിടിച്ചു. ഹല്ലേലൂയ. കണ്ണുനീര് കടന്നു പിടിച്ചു. ഹല്ലേലൂയ. നിലവിളി കടന്നു പിടിച്ചു. ഹല്ലേലൂയ. ഇനി മുൻപ്, ഹല്ലേലൂയ, ലാസർ ഒരിക്കലും പുറത്തു വരികയില്ല. ഹല്ലേലൂയ. ലാസർ മരിച്ചുപോയെന്ന് പറഞ്ഞ് അവന്റെ സഹോദരങ്ങളെല്ലാം, ഹല്ലേലൂയ, നിരാശയിലായിരിക്കുമ്പോഴാണ് എൻ്റെ യേശു കർത്താവ് അവിടെ കടന്നു വന്നിട്ട് അവളോട് പറഞ്ഞത്, ഹല്ലേലൂയ, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, അവൻ പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ലോകത്തിന്റെ മഹത്വം കാണുമെന്നല്ല. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ആ വാക്കുപോലെ, ഹല്ലേലൂയ, ലാസർ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ രാത്രികാലം എനിക്കും പറയാനുള്ളത്, നിന്റെ സാഹചര്യങ്ങളെ നോക്കാതെ, ഹല്ലേലൂയ, നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ, ഹല്ലേലൂയ, സഭ എന്ന കെട്ടിനെ, സംഘടന എന്ന കെട്ടിനെ, മതം എന്ന കെട്ടിനെ നീ പൊട്ടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവമുഖത്തേക്ക് നോക്ക്. ഹല്ലേലൂയ. ഒരു സഭയും നിന്നെ സഹായിക്കില്ല. ഹല്ലേലൂയ. ഒരു പുരോഹിതനും നിന്നെ സഹായിക്കില്ല. ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മത നേതാവോ നിന്നെ സഹായിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, പരിധി കൂടാതെ, ഹല്ലേലൂയ, പരിമിതി കൂടാതെ, ഹല്ലേലൂയ, നിന്നെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഏത് ആഴിയുടെ അഗാധങ്ങളിലും, ഹല്ലേലൂയ, ഇറങ്ങി വന്ന അത്ഭുതം പ്രവർത്തിക്കുക എൻ്റെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, അവൻ ഏത് ആഴിയുടെ അഗാധങ്ങളിലും, ഹല്ലേലൂയ, ഏത് പാപത്ത് ചേറ്റിൽ നീ കിടന്നാലും, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ കഴിയുള്ളവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ? ഹല്ലേലൂയ. നീ അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റിവിടുന്നവനല്ല എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും, ഹല്ലേലൂയ, നീ മടങ്ങി വന്നാൽ, ഹല്ലേലൂയ, നീ തിരിച്ചു വന്നാൽ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഈ രാത്രികാലം നിങ്ങൾ, ഹല്ലേലൂയ, എത്ര പേർ ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാകും? ഹല്ലേലൂയ. കർത്താവ്, ഞാൻ തെറ്റിപ്പോയി കർത്താവേ, ഹല്ലേലൂയ, ഞാനൊരു പാപിയാണ് കർത്താവേ എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവ്, ഹല്ലേലൂയ,
നിനക്ക് വേണ്ടി ഹാലലിയ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹാലലിയ ലോകത്തിന്റെ കുത്തൊഴുക്കുകളിൽ നിന്റെ നന്മയെ ഹാലലിയ ഒഴുക്കി വിടുന്നവനല്ല കർത്താവ്, എൻ്റെ കർത്താവ്. ഹാലലിയ നിനക്ക് തരേണ്ടത് എൻ്റെ കർത്താവ് നിനക്ക് തന്നെ തരും. ഹാലലിയ നിന്റെ തലമുറയ്ക്ക് ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലലിയ അത് നിന്റെ തലമുറയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ഹാലലിയ അത് മറ്റാർക്കും ഹാലലിയ അത് മറ്റാർക്കും എടുത്തു കളയുവാൻ കഴിയില്ല. ഹാലലിയ അത് മറ്റാർക്കും എൻ്റെ കർത്താവ് കൊടുക്കത്തില്ല. ഹാലലിയ നിനക്ക് തരുമെന്ന് എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാലലിയ നിന്റെ കുടുംബത്തിന് നൽകുമെന്ന് എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലലിയ അവനത് അപ്രകാരം തന്നെ ചെയ്യുക തന്നെ ചെയ്യും. ഹാലലിയ ഏലീശ ഹാലലിയ ആ വാക്ക് പറഞ്ഞിട്ട് ഹാലലിയ തിരിഞ്ഞു നോക്കിയില്ല. ഹാലലിയ ഞാൻ പറഞ്ഞത് സംഭവിക്കുമോ എന്നൊരു സംശയം അവൻ്റെ ഉള്ളത്തിലില്ല. ഹാലലിയ താൻ പറഞ്ഞത് സംഭവിക്കുമെന്നൊരു ഉറപ്പ് ഹാലലിയ എലീശയുടെ മനസ്സിലുണ്ടായിരുന്നു. ഹാലലിയ നമ്മളിങ്ങനെയാ ഹാലലിയ നമ്മൾ പലയിടത്തും പോയി പറയും ഹാലലിയ ഈ യേശുവിനെ വിടുവിക്കാൻ കഴിയും. ഹാലലിയ ഈ യേശുവിനെ നിന്റെ സാഹചര്യത്തെ മാറ്റുവാനായി കഴിയുമെന്ന് നാമും പലരിടത്തും പറയാറുണ്ട്. ഹാലലിയ എന്നിട്ട് നാം തന്നെ ചിന്തിക്കും ഞാൻ പറഞ്ഞത് സംഭവിക്കുമോ, ഹാലലിയ ഞാൻ പറഞ്ഞത് നടക്കുമോ എന്ന് നാം തന്നെ ചിന്തിക്കാറുണ്ട്. ഹാലലിയ എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു പൊട്ടനെ പോലെ ഹാലലിയ നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഹാലലിയ നീ പറയണം ഈ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഹാലലിയ ഈ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ഹാലലിയ ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാനായി കഴിയുമെന്ന് ഹാലലിയ നീ ഏത് വ്യക്തിയോട് വിളിച്ചു പറഞ്ഞാലും ഹാലലിയ നിന്റെ വാക്കിന്റെ മുമ്പിൽ ഹാലലിയ എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഹാലലിയ ഈ രാത്രികാലം നീ ഹാലലിയ വിശ്വാസത്തോടെ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹാലലിയ ആ കർത്താവ് എൻ്റെ വാക്കിന്റെ മുമ്പിലും ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഹാലലിയ ഹാലലിയ അതിന് നീ ഒരു ബൈബിൾ കോളേജിലും പോണ്ട. ഹാലലിയ അതിന് നീ ഹാലലിയ ഒരു പുരോഹിതന്റെ അടുത്ത് പോയി ഒരു ക്ലാസ്സിലും പങ്കെടുക്കണ്ട. ഹാലലിയ നീ ഹാലലിയ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ ഞാനിതാ പ്രാർത്ഥിക്കുവാൻ പോകുക. ഹാലലിയ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പോകുക കർത്താവേ. ഹാലലിയ ഞാൻ പോകുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാകരുതേ കർത്താവേ. ഹാലലിയ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം വരണേ എന്ന് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ കർത്താവിൻ്റെ കരം ഹാലലിയ അതിൻ്റെ വാക്കിന്റെ മുമ്പിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹാലലിയ അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹാലലിയ നമ്മളിൽ പലരും അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹാലലിയ എന്നാൽ നാം അവിശ്വാസികളായി ഈ ലോകത്ത് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുക. ഹാലലിയ പലതും നാം കാണുന്നുണ്ട്. ഹാലലിയ പലതും നാം കേൾക്കുന്നുണ്ട്. ഹാലലിയ പലതും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുന്നുണ്ട്. ഹാലലിയ എന്നാൽ നാം വിശ്വാസികളായിട്ടല്ല മുന്നോട്ട് പോകുന്നത്, അവിശ്വാസികളായി ഹാലലിയ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഹാലലിയ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഞാൻ നിങ്ങളോട് പറയുന്നു അവിശ്വാസികളായി ലോകത്തിലേക്ക് പോകാതെ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്ക്. ഹാലലിയ വിശ്വാസത്തോടെ നീ ദൈവത്തോട് കരയുവാൻ തുടങ്ങുക. ഹാലലിയ വിശ്വാസത്തോടെ നീ ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങുക. ഹാലലിയ എൻ്റെ കർത്താവ് നിന്റെ അപേക്ഷ കേട്ട് ഹാലലിയ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹാലലിയ എൻ്റെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഹാലലിയ നാറ്റം വഹിച്ചവരായിരുന്നു. ഹാലലിയ രാവിലെ മുതൽ ഹാലലിയ രാത്രി വരെ കടലിനോടും മത്സ്യങ്ങളോടും പോരാടി ജീവിച്ചവരായിരുന്നു യേശുവിൻ്റെ ഹാലലിയ ശിഷ്യന്മാർ. ഹാലലിയ അവന് വേണമെങ്കിൽ ഹാലലിയ നല്ല ക്വാളിറ്റിയുള്ള ഹാലലിയ ന്യായാധിപന്മാരും പരീശന്മാരും ആ നാട്ടിലുണ്ടായിരുന്നു. ഹാലലിയ എന്നാൽ എൻ്റെ യേശു കർത്താവ് അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ഹാലലിയ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ആ നാറ്റം വഹിച്ചു കിടന്ന ഹാലലിയ ശിഷ്യന്മാരെയാ. ഹാലലിയ ആ വ്യക്തികളെ ആയിരുന്നു യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി ചേർത്ത് പിടിച്ചത്. ഹാലലിയ ഈ രാത്രികാലം ഞാൻ പറയട്ടെ യേശുവിന് വേണ്ടത് എന്നെയും നിന്നെയുമാ. ഹാലലിയ യേശുവിന് വചനം ചുമക്കുവാനും ഹാലലിയ യേശുവേ യേശുവേ എന്ന് വിളിച്ചു പറയുവാനും ഹാലലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ഹാലലിയ എൻ്റെ കർത്താവിന് വേണ്ടത് എന്നെയും നിന്നെയുമാ. ഹാലലിയ ഈ രാത്രികാലം പറയട്ടെ ഹാലലിയ നീ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഹാലലിയ നിന്റെ വാക്കിന്റെ മുമ്പിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ഹാലലിയ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം അധികാരം കൊടുത്തു. ഹാലലിയ നീ സകല രോഗത്തെയും സൗഖ്യമാക്കുക. ഹാലലിയ നീ സകല ഭൂതത്തെയും പുറത്താക്കുന്ന ഹാലലിയ ഒരു അധികാരം എൻ്റെ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഹാലലിയ അത് അവൻ്റെ നിറം കണ്ടിട്ടല്ല, ഹാലലിയ അവൻ്റെ കഴിവ് കണ്ടിട്ടല്ല, ഹാലലിയ അവൻ്റെ മുഖം നോക്കിയിട്ടല്ല. ഹാലലിയ ഹാലലിയ ആർക്കും വേണ്ടാതെ ഹാലലിയ ആർക്കും വേണ്ടാതെ പല അപമാനങ്ങളും അപവാദങ്ങളും ഏറ്റ് ഹാലലിയ ഓരോ
അധികാരമായിരിക്കുന്നതെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ കലവറയെ നിറപ്പാൻ കഴിയുന്ന കർത്താവ്, ശൂന്യമായ പടകിനെ നിറച്ചതിന്റെ കർത്താവ് നിന്റെ കലവറയെ നിറയ്ക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തോന്നാം ഇത് സംഭവിക്കയില്ല എന്ന്. ഹല്ലേലൂയ. അകമ്പടി നായകന് തോന്നിയതുപോലെ നിങ്ങൾക്കും തോന്നാം ഹല്ലേലൂയ ഇത് നടക്കത്തില്ല എന്ന്. ഹല്ലേലൂയ. എന്നാൽ എലീശയുടെ വാക്കിന് മുമ്പിൽ പ്രവർത്തിച്ച കർത്താവ് എൻ്റെ വാക്കിന് മുമ്പിലും പ്രവർത്തിക്കും. ഹല്ലേലൂയ. എലീശയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വന്ന കർത്താവ് എനിക്ക് വേണ്ടി ഈ രാത്രികാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രികാലം ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ യേശു അധികാരം കൊടുത്ത ശിഷ്യന്മാർ ഹല്ലേലൂയ അന്ന് മുതൽ ഹല്ലേലൂയ അവർ ആ നിന്ദിച്ചവരുടെ ഇടയിൽ ഹല്ലേലൂയ പരിഹസിച്ചവരുടെ മധ്യേ ഹല്ലേലൂയ തങ്ങൾ കുറ്റം പറഞ്ഞവരുടെ മധ്യേ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുവാനായി തുടങ്ങി. ഹല്ലേലൂയ. അന്ന് മുതൽ അവരെ നിന്ദിച്ചവരെ അവർ തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. അവർ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാനായി തുടങ്ങി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിലും അങ്ങനെയാ. ഇന്ന് നിന്ദിച്ചവരുടെ മധ്യേ ഹല്ലേലൂയ ഈ പുസ്തകവുമായി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം എൻ്റെ നാവിന് ബലം നൽകിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്നത് ഹല്ലേലൂയ ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ ജനിച്ചത് മുതലേ ഞാൻ ഈ ബൈബിൾ വായിച്ചൊന്നുമല്ല വളർന്നത്. ഹല്ലേലൂയ. എന്ന് ഞാൻ ദൈവത്തിന് എന്നെ വിട്ടുകൊടുത്തോ ഹല്ലേലൂയ എൻ്റെ കഴിവല്ല കർത്താവേ, ഇനി നിനക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി എന്ന് ഞാൻ സമർപ്പിച്ചോ ഹല്ലേലൂയ അന്ന് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അന്ന് ദൈവം ഹല്ലേലൂയ എന്നെ ആൾ മാറിയവളെ പോലെ ആക്കി. ഹല്ലേലൂയ. അന്ന് മുതൽ ഹല്ലേലൂയ ഞാൻ ലോകത്തിന്റെ വാക്ക് കേൾക്കാൻ നിന്നില്ല. ഹല്ലേലൂയ. അന്ന് മുതൽ അന്ന് വരെ ഹല്ലേലൂയ എൻ്റെ സഹോദരങ്ങൾ എന്ത് പറയുന്നു, എൻ്റെ മാതാപിതാക്കൾ എന്ത് പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ നിരാശ മാത്രമേ ഉള്ളൂ. ആ നിരാശ മാത്രം കേട്ട് വളർന്നവളാ ഞാൻ. ഹല്ലേലൂയ. എൻ്റെ കുടുംബ ബന്ധുക്കൾ എല്ലാവരും തകർക്കുന്ന വാക്കുകൾ മാത്രം പറഞ്ഞ വാക്കുകൾ കേട്ട് വളർന്നവളാ ഞാൻ. ഹല്ലേലൂയ. എന്ന് ഞാൻ ഹല്ലേലൂയ അവരുടെ വാക്കുകളെ മാറ്റി നിർത്തി ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ഹല്ലേലൂയ എന്നെ സമർപ്പിക്കുവാൻ തുടങ്ങിയോ ഹല്ലേലൂയ അന്ന് മുതൽ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എവിടെയൊക്കെ എനിക്ക് പരാജയം സംഭവിച്ചോ ഹല്ലേലൂയ എവിടെയൊക്കെ ഞാൻ ഹല്ലേലൂയ വെറും സീറോ ആയിരുന്നോ അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ ഉയർത്തി മാനിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ ഒരിടത്ത് ചെന്നാലും തല കുനിച്ച് നിൽപ്പാൻ എൻ്റെ കർത്താവ് ഇന്ന് വരെയും അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരുടെ മുമ്പിൽ നിന്നാലും ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്നും ഹല്ലേലൂയ വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ടെന്നും അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ രാത്രികാലം ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലും ഹല്ലേലൂയ ഈ വചനവുമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നിങ്ങളോടും വിളിച്ചു പറയുന്നത് യേശുവിൽ ആശ്രയിക്കാമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മനുഷ്യനിലെ നോക്കാതെ ഹല്ലേലൂയ യഹോവയുടെ മുഖത്തേക്ക് നോക്കുവാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രികാലം നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അകമ്പടി നായകന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ എലീശ ലോകത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ഹല്ലേലൂയ എലീശയുടെ വാക്കിന് ഹല്ലേലൂയ മറുപടിയായി എൻ്റെ കർത്താവ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവമുഖത്തേക്ക് നോക്കി നീ നിലവിളിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീ പ്രാർത്ഥിക്കുവാനായി തുടങ്ങുക. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ രാത്രികാലം നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് ഈ രാത്രികാലം നോക്കിയാട്ടെ. ഹല്ലേലൂയ. എനിക്ക് മറ്റാരെയും ഹല്ലേലൂയ നോക്കാനില്ല. ഈ രാത്രികാലം എനിക്ക് നോക്കുവാനുള്ളത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തെ മാത്രമാണ്. ഹല്ലേലൂയ. ലോകം എന്ത് തന്നെ പറഞ്ഞോട്ടെ ഹല്ലേലൂയ ലോകം എന്നെ തള്ളിക്കളഞ്ഞോട്ടെ ഹല്ലേലൂയ ലോകം എന്നെ ആക്ഷേപിച്ചോട്ടെ ഹല്ലേലൂയ അവർ വഴി നിർത്തി ഹല്ലേലൂയ അപമാനിച്ചോട്ടെ ഹല്ലേലൂയ എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ